ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അത് മ്യാൻമറിൽ നടത്തിയെന്നാണ് നിലവിൽ ആരോപണം ഉയരുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ ആക്രമണം, ഏകദേശം 150-ലധികം ഇസ്രയേലി ഫ്രഞ്ച് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് മ്യാൻമർ അതിർത്തിയിലെ വിമതസേനയെ ശക്തമായി, അസമിലെ ഭീകരരുടെ കോട്ടകളെ ഒക്കെ തന്നെ ശക്തമായി ഭേദിക്കാൻ ഇന്ത്യ ശ്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മ്യാൻമർ അതിർത്തിയിലെ തങ്ങളുടെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് നിരോധിത സംഘടനയായ, ഭീകര സംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഇൻഡിപെൻഡന്റ് എന്ന ഉൽഫ ആരോപിക്കുന്നത്. എന്നാൽ ഉൾഫയ്ക്ക് കൃത്യമായ മറുപടിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട്. ഞായറാഴ്ച ദിവസം തങ്ങൾക്ക് നേരെ ഒരു കടുത്ത ആക്രമണം ഇന്ത്യ നടത്തിയെന്നാണ് ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും ഇതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ആക്രമണം നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പരേഷ് ബറുവ നേതൃത്വം നൽകുന്ന ഉൾഫയുടേതാണ് ഈ ആരോപണവും. മ്യാൻമറിലെ സൈഗങ്ങിലുള്ള തങ്ങളുടെ സൈനിക ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം ഒരു ആക്രമണം നടത്തിയെന്നാണ് ഉൾഫ പറയുന്നത്. പുലർച്ചെ 2 മണി മുതൽ 4 മണി വരെ നാഗാലാൻഡിലെ ലോങ്ഗ മുതൽ അരുണാചൽ പ്രദേശിലെ പാങ്സോ പാസ് വരെയുള്ള അതിർത്തി മേഖലയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് ഉൾഫയുടെ ആരോപണം. ഇവിടെ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മുതിർന്ന കമാൻഡർ കൂടി മരിച്ചു എന്ന പ്രചരണവും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനപ്പുറം നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു, നിരവധി പേർ മരണപ്പെട്ടിരിക്കുന്നു. 150-ലധികം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയത്. അതും ഇസ്രയേൽ ഫ്രഞ്ച് നിർമ്മിത ഡ്രോണുകൾ. ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ പക്കലാണ് ഉള്ളതെന്നും മറ്റാരും തന്നെ തങ്ങളെ ഇത്തരത്തിൽ ആക്രമിക്കില്ല എന്നുകൂടിയാണ് ഉൾഫ ആരോപിക്കുന്നത്. ആക്രമണത്തിൽ നയൻ അസം, ഗണേഷ് അസം, പ്രദീപ് അസം എന്നിവരും കൊല്ലപ്പെട്ടു. 19-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചുവെന്നും ഈ പ്രസ്താവനയിലൂടെ അവർ പറയുന്നുമുണ്ട്. നയന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിലാണ് മറ്റ് 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായും അവർ ആരോപിക്കുന്നത്. മ്യാൻമർ സൈന്യവുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. എന്നാൽ ഗുവാഹത്തിയിലെ പ്രതിരോധ വക്താവ് ലഫ്റ്റനന്റ് കേണൽ മഹേന്ദ്ര റാവത്ത് ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ യാതൊരുവിധ ഓപ്പറേഷനും ഇത്തരത്തിൽ നടന്നിട്ടില്ല, അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം പറയുന്നത്. അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് വ്യക്തമായി അറിയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഒളിപ്പോരാട്ടം നടത്തേണ്ട സാഹചര്യം, അങ്ങനെ ഒരു ആവശ്യം ഇന്ത്യക്ക് നിലവിലില്ല. അസമിലെ തന്നെ ഇന്ത്യക്ക് തലവേദന കൂടി സൃഷ്ടിക്കുന്ന വിഘടനവാദി സംഘടനയാണ് ഉൾഫ. അവരുടെ ഒരു വിഭാഗത്തെ നയിക്കുന്നത് പരേഷ് ബറൂവയാണ്. ചൈനയിലെ യുനാൻ പ്രവിശ്യയിലാണ് പരേഷ് ബറൂവ കഴിയുന്നതെന്നാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇന്റൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഈ സൈന്യത്തെ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യയിലേക്ക് ആയുധക്കടത്തടക്കം മയക്കുമരുന്ന് വ്യാപാരം അടക്കം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ബറൂവയെ ബംഗ്ലാദേശ് വെറുതെ വിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൻ്റെയും ചൈനയുടെയും ഒത്താശയോടുകൂടി മ്യാൻമർ മേഖലയിൽ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ അത് ഇന്ത്യയിലേക്ക് അടക്കം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുകൊണ്ടായിരുന്നു 2001 മുതൽ 2006 വരെ അവിടെ ഭരണം നടത്തിയത് പോലും. ഖാലിദ സിയ മന്ത്രിസഭയുടെ കാലഘട്ടത്തായിരുന്നു പരേഷ് ബറൂവയ്ക്ക് ബംഗ്ലാദേശ് അങ്ങനെ ഒരു അഭയം നൽകിയത് പോലും. ഉൾഫയ്ക്ക് വേണ്ടി 10 ലോഡ് ആയുധങ്ങൾ കടത്തിയത് 2004 ഏപ്രിലിൽ പിടികൂടുകയും 27,000-ലധികം ഗ്രനേഡുകളും 150ഓളം റോക്കറ്റുകളും എന്നിവയടക്കമുള്ള ആയുധങ്ങൾ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് അവർ എത്തിച്ചു കൊടുത്തു എന്നതടക്കമുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. അതിനുശേഷം വന്ന ഷെയ്ഖ് ഹസീന മന്ത്രിസഭ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഖാലിദ സിയ മന്ത്രിസഭയിലെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ലുത്ഫുസ്മാൻ ബാബർ മന്ത്രിയും ജമാഅത്തെ ഇസ്ലാമി നേതാവുമായിട്ടുള്ള മൊദിയുർ റഹ്മാൻ നിസാമി, ഇന്റലിജൻസ് മേധാവി റസാഖുൽ ഖൈദർ ചൗധരി തുടങ്ങിയ 6 പേരെ കുറ്റവാളികളായി കണ്ടെത്തിയത്. അതിൽ നിസാമിയെ ആകട്ടെ കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റുകയും ചെയ്തു, മറ്റുള്ളവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. അതോടെ ബറുവ ചൈനയിലേക്ക് അഭയം തേടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് ചൈനയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ ശക്തമായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യക്കെതിരെ ഒരു കോപ്പ് കൂട്ടുന്നു, ഇന്ത്യക്ക് മറ്റൊരു ഭീഷണിയായി ഉൾഫ മാറുന്നു എന്ന സൂചന കൂടി ലഭ്യമാകുന്നത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ ഇതിനെ തിരിച്ചടിച്ചിരിക്കുന്നു, അതിന് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.